ഓ നമോ ഭഗവതേ വാസുദേവായ. അത് അഷ്ടമോധ്യായ. ഈ അധ്യായത്തിൽ ധ്രുവാപാഖ്യാനം. ചെറിയമ്മയുടെ ദുർഭാഷണത്താൽ പൊറുതിമുട്ടിയ ധ്രുവൻ കാട്ടിലേക്ക് പോകുന്നതും നാരദ ഉപദേശത്താൽ ഭഗവാനെക്കുറിച്ച് തപസ് ചെയ്യുന്നതും. മൈത്രേയുവാച സനകാദ്യ നാരദ ഹൃബിർഹംസോരുണീര്യതി നൈതേ ഗൃഹാൻ ബ്രഹ്മസുധാ ഹി ആവസൻ ഊർധരേതസഃ മിഷാധർമ്മസ്യ ഭാര്യാസി ദമ്പം മായ ച ശത്രുഹൻ അസൂധാമിഥുനം തത്തു നിർഹൃതിം ച ഗൃഹേ അപ്രജഃ തയോ സമഭവല്ലോഭഃ നിഗൃഹീ ച മഹാമതേ താഭ്യാം ക്രോധശ്ച ഹിംസാ ച യദുദുരുക്തി സ്വസാ കലിഃ ദുരുക്തോ കലിരാധത്തഃ ഭയം മൃത്യും ച സത്തമ തയോ ച മിഥുനം ജജ്ഞി യാതനാ നിരയസ്തദാ സംഗ്രഹേണ മയാഖ്യാതഃ പ്രരീസർഗസ്തവാനക ത്രിശ്രുതൈതത് പുമാൻ പുണ്യം വിധിനോത്യാത്മനോ മലം അദാധ കീർത്തയേ വംശം പുണ്യകീർത്തേ കുരുത്വക സ്വയംഭൂവസ്യ ഭീമനോ ഹരേരംശ ജന്മനഃ പ്രിയവദാ ഉത്ഥാനപാദോ ശതരൂപാപദേ സുതോ വാസുദേവസ്യ കലയാ രക്ഷായാം ജഗതസ്ഥിതോ ജായേ ഉത്ഥാനപാദസ്യേ സുനിധി സുരുചിസ്തയോः സുരുചി പ്രേയസി പത്യോः നേതര യൽസുരോ ധ്രുവഃ ഏകദാ സുരുചേ പുത്രം അംഗം ആരോപ്യ ലാളയൻ ഉത്തമം നാരുരൂഷന്തം ധ്രുവം രാജോപ്യനന്ദത തദാ ചിദൃശ്യമാണാം താം സപ്തന്യാസ്തനയം ധ്രുവം സുരുചി ശൃണ്ണതോ രാജ്ഞാഃ ശേഷ്യാമാഹതി ഗർഭിതാ നാവത്സ നിപതേധീഷ്ണ്യം ഭവാനാരൂഢമർഹതി നാഗ്രഹിതോ മയാ യത്വം കുക്ഷാവവിനൃപാത്മജഃ ബാലോസീമ ബദമാത്മാനം അന്യശ്രീഗർഭസംഭൃതം നൂനം വേദ ഭവാൻ യസ്യ ദുർലഭേർത്തെ മനോരഥഃ തപസാരാധ്യ പുരുഷം തസ്യൈവാനുഗ്രഹേണ മേ ഗർഭേ താം സാധയ ആത്മാനം യദീച്ഛസി നിർഭാസനം. മൈത്രോവാച മാധുസ്വപ്നേ സദുരുക്തിവിദ്ധഃ സോസൻതൃഷാ ദണ്ഡഹതോ യദാഹി ഹിത്വാമിഷന്തം പിതരം സന്നവാജം ജഗാമ മാധുപരുദൻ സകാശം തം നിശസന്തം പുരിതാദരോഷ്ടം സുനീതിരുത്സംഗ ഉദൂഹ്യ ബാലം നിശമ്യ തത്പൗരമുഹാനിദാന്തം സാ വിവ്യതേയദ്ഗതിനിം സത്തന്യാ സോത്സൃജ്യേ ധൈര്യം വിലലാപശോക ദാവാഗ്നിനാ ധാവലദേവ ബാല വാക്യം സപ്തന്യ സ്മരതി സരോജാ ശ്രിയാദൃശ ബാഷ്പകലാമുവാഹ ദീർഘം ശ്വസന്തി വ്രജിനസ്യ പാരം അപശ്യതി പാലകമാഹ ബാല മാമംഗളം താത പരേഷു മംസ്തോ ഭുങ്ക്തേ ജനോ യത് പരദുഃഖദരസ്തത് സത്യം സുരിജാഭിഹിതം ഭവാൻ മേ യദ്ദുർഭഗായാ ഉദരേ ഗൃഹീതഃ സന്നേന വൃദ്ധച്ഛ വിലഞ്ച്യതേയാം ഭാര്യേതി വാവോടും വിടസ്പതിർമാം ആദിഷ്ടദത്താരവി മത്സരസ്ത്വം ഉക്തം സമാത്രാഭി യത്തവ്യലീകം ആരാധയ അദോക്ഷജപാദപത്മം യദി സിദ്ധ്യാസനം ഉത്തമോ യദാ യസംഘ്രിപത്മം പരിചര്യ വിശ്വ വിഭാവനയ അർത്ഥഗുണാഭിപത്തേഹി അദോജിതിഷ്ഠാ ഖലു പാരമേഷ്ട്യം പരം ചിദാത്മാ സ്വസനാഭിവന്ദ്യം തഥാ മനുർവോ ഭഗവാൻ പിതാമഹോ യാം ഏകമർത്യാ പുരുദക്ഷിണേർമഹേഹി ഇഷ്ടാഭിപദേ ദുരഭാവം അന്യതോ ഭൗമം സുഖം ദിവ്യം അഥാ അഭാവവർഗ്യം തമേവ വത്സാശ്രയഭൃത്യവത്സലം മുമുക്ഷുഭിമൃഗ്യ പാദാബ്ജപദ്ധതി അനന്യഭാവേ ജിതധർമ്മഭാവിതേ മനസ്യവസ്ഥാപ്യ ഭജസ്വ പുരുഷം നാന്യം തഥാ പത്മഫലാസനോ ജനാത് ദുഃഖച്ഛിതം തേ മൃഗയാമി കഞ്ചന യോ മൃഗ്യതേ ഹസ്തഗൃഹീത പത്മയാ ശ്രിയേതരേരംഗവിമൃഗ്യമാണയാ. മൈത്രോവാച ഏവം സങ്കൽപ്പിതം മാതുഃ ആകർണ്യാർത്ഥാഗമം ഭജഃ സംനിയമ്യേ ആത്മന ആത്മാനം
നിച്ചക്രാമാ പൃഥുപുരാത് നാരദാ തട്ടുപകർണ്യേ ജ്ഞാത്വാ തസ്യ ചികീർഷിതം സ്പൃഷ്ടാ മൂർധ്യന്യ ഹഹ്നേന പാണിനാ പ്രാഹ വിസ്മിതഃ അഹോ തേജ ക്ഷത്രിയാണാം മാനഭംഗം അമൃഷ്യതാം ബാലോപേയം ഹൃദാ ദത്തേ യൽ സമാധു അസദ്വജക നാരദോവാച നാഥുനാപ്യവമാനം തേ സമ്മാനം വാപി പുത്രഃ ലക്ഷയാമ കുമാരസ്യേ സക്തസ്യേ ക്രീഡനാദിഷു വികൽപേ വിദ്യമാനോപി നഹി അസന്തോഷഹേതവക പുംസോ മോഹമൃദേ ഭിന്ന യല്ലോക നിജ കർമ്മഭിഃ പരിതുഷാതരസ്താദ താവത് മാത്രേണ പൂരുഷഃ ദൈവോപസാദിതം യാവത് വീക്ഷേ ഈശ്വര ഗതിംബുധഃ അധമാത്രോപതിഷ്ഠേന യോഗേന അവരൂർസസി യത് പ്രസാദം സവൈ പുംസാം ദുരാരാധ്യം മതോ മമാ മുനയാ പദവീം യസ്യേ നിസംഗേനോരു ജന്മഭിഃ നാവിദുർമൃഗയന്തോപി തീവ്രയോഗ സമാധിന അതോ നിവർത്തരാം യേഷ നിർബന്ധസ്തവ നിഷ്ഫലഃ യദീഷതി ഭവാൻ കാലേ ശ്രേയസാം സമുപസ്ഥിതേ യസ്യ യദ്ദൈവ വിഹിതം സാതേനേ സുഖദുഃഖയോः ആത്മാനം തോഷയൻ ദേഹി തമസ പാരം ഋച്ഛതി ഗുണാധികാൻ മുദ്രം ലിപ്സേത് അനുക്രോശം ഗുണാധമാത് മൈത്രീ സമാനാത് അന്യചേത് നാസ്താപേ അഭിഭൂയതേ ധ്രുവോവാച സോയം സമോ ഭഗവതാ സുഖദുഃഖഹരാത്മനാം ദർശിതാ കൃപയാ പുംസാം ദൂദർശോസ്മദ്വിദേസ്തുയഃ അദാഭിമേ വിനീതസ്യ ക്ഷാത്രം ഘോരം ഉപേയുഷഃ സുഹൃദ്യാ ദുർവചോ ബാണൈഃ നാഭിന്നേ ശ്രയതേ ഹൃദി പദം ത്രിഭുവനോത്കൃഷ്ടം ജിഗീഷോ സാധു വർമ്മതേ ബ്രൂഹി അസ്മത് പിതൃഭി ബ്രഹ്മൻ അന്യേരപി അനധീഷ്ഠിതം നൂനം ഭവാൻ ഭഗവതഃ യോ അങ്കജാ പരമേഷ്ഠിനക വിരുദന്നടതേ വീണാം ഹിതാർത്ഥം ജയതോർക്കവത് മൈത്രോവാച ഇത്യുദാഹൃതമാകർണ്യേ ഭഗവാനാരദസ്തദാ പ്രീത പ്രത്യാഹതം ബാലം സദ്വാക്യം അനുകമ്പയാം നാരദോവാച ജനന്നാഭിഹിത പന്ഥാ സാപേനി ശ്രേയസേ ഭഗവാൻ വാസുദേവസ്തം ഭജതത് പ്രവണാത്മന ധർമാർത്ഥ കാമമോക്ഷാഖ്യം യായിത്തേ ശ്രേയ ആത്മനഃ ഏകമേവേ ഹരേ സത്ര കാരണം പാദസേവനം തത്താദഗച്ഛ ഭദ്രന്തേ യമുനാസയാസ്തടം ശുചി പുണ്യം മധുവനം യത്ര സാന്നിധ്യം നിത്യദാ ഹരേഃ സ്നാതാനുസവനം തസ്മിൻ കാളിന്ദ്യാ സലിലേ ശിവേ കൃത്തോചിതാനി നിവസൻ ആത്മനാ കൽപിതാസനഃ പ്രാണായാമേന തീവ്രതാ പ്രാണേന്ദ്രിയ മനോമലം ശനൈർവിരുത്സാഭിധ്യായാത് മനസാ ഗുരുണാ ഗുരും പ്രസാദ അഭിമുഖം ശശ്വത് പ്രസന്ന പദനേഷണം സുനാസം സുബ്രുവം ചാരു കപോലം സുരസുന്ദരം തരുണം രമണീയാംഗം അർണേഷഷ്ടേഷണാധരം പ്രണദാശ്രയണ നിർമ്ണാം ശരണ്യം കരുണാർണവം ശ്രീവത്സാംഗം ഘനശ്യാമം പുരുഷം വനമാലിനം ശംഖുചക്രഗദാ പത്മൈഃ അഭിവക്ത ചതുർഭുജം കിരീടിനം കുണ്ടലിനം കേയൂരം വലയാനിതം കൗസുഭാഭരണഗ്രീവം പീതകൗശയവാസസം കാഞ്ചീകലാപപര്യസ്തം ലസകാഞ്ചനനൂപുരം ദർശനീയതമം ശാന്തം മനോനയനവർദ്ധനം പദ്മാനഖമണീശ്രേണ്യേ വിലസദ്ഭ്യാം സമർച്ചതാം ഹിർപത്മകണ്ണികാധീഷ്ണ്യം ആക്രാമ്യാത്മന്യ അവസ്ഥിതം സ്മയമാനം അഭിധേയേത് സാനുരാഗാവലോകനം നേദേനേകഭൂതേന മനസാ വരദർശഭം ഏവം ഭഗവതോ രൂപം സുഭദ്രം ദായതോ മനഃ നിർവിദാപരാത് പരയാതൂർണം സമ്പന്നന്ന നിവർത്തതേ ജഭ്യക്ഷ പരമോ ഗുഹ്യാ ശ്രൂയതാ മേ നൃപാത്മജാ യം സപ്തരാത്രം പ്രബലൻ പൂമാൻ പശ്യതി ഹേചരാൻ ഓ നമോ ഭഗവതേ വാസുദേവായ ഓ നമോ ഭഗവതേ വാസുദേവായ ഓ നമോ ഭഗവതേ വാസുദേവായ മന്ത്രോണാനന്യദേവസേ കുര്യാദ്രവമയീം ബുധഃ സബര്യാം വിദദേ ദ്രവ്യൈ ദേശകാല വിഭാഗവിത് സലിലേ സുതിഭിമാലേഹി വനേർമൂലബലാദിഭിः സസ്താംഗൂരം സുഖേ ചാർച്ചേത്
തുളസ്യാ പ്രിയയാ പ്രഭും ലബ്ധാദ്രവ്യമയീമർഷാം ചീതാംബാദിഷു വർച്ചയേത് ആഭൃതാത്മാ മുനി ശാന്തഃ യഥവാങ്മിത വന്യഭുഗ് േച്ചോവതാരചരിതേഹി അചിന്യ നിജമായയാ കരിഷു ഉത്തമ ശ്ലോക തദ്ദയഹൃദയംഗമം പരിചര്യാ ബഹവത യാവത്യ പൂർവസേവിതാഃ താമന്ത്രഹൃദയേനേവ പ്രയുജ്ഞാൻ മന്ത്രമൂർത്തയേ ഏവം കായേന മനസാ വചസാ ച മനോഗതം പരിചര്യമാണോ ഭഗവാൻ ഭക്തിമത് പരിചര്യയാ പുംസാ അമായിനം സമ്യക് ഭജതാം ഭാവവർദ്ധനക ശ്രേയോദിശത്യഭിമതം യദ്ധർമാദിഷു ദേഹിനാം വിരക്തസേന്ദ്രിയാരതോ ഭക്തിയോഗേന ഭൂയസാ തം നിരന്തരഭാവേന ഭജേതാന്ത വിമുക്തയേ ഇത്യുസ്തംപരിക്രമ്യേ പ്രണമേ ച നിബാർഭക യയോ മധുവനം പുണ്യം ഹരേ ചരണചർച്ചിതം തപോവനം ഗരേ തസ്മിൻ പ്രവിഷ്ടാന്തപുരം മുനിഃ അഹൃതാർഹണോ രാജ്ഞ സുഖാസീന ഉവാചതം നാരദോവാച രാജൻ കിം ജായസേ ദീർഘം മുഹേന പരിശുഷ്യതാ കിം വാ നാരിഷ്യതേ കാമ ധർമ്മോ വാർത്തേന സംയുതഃ രാജോവാച സുദേവോ മേ ബാലകോ ബ്രഹ്മൺ ശ്രേണേന അഗുരുണാത്മനാ നിർവാസിത പഞ്ചവർഷ സഖമാത്രാ മഹാൻ കവി അപ്യനാദം വനേ ബ്രഹ്മൻ മാസ്മാത് അന്തർബഹം മൃഗാഃ ശ്രാന്തം ശയാനം ശുദിതം പരിപ്ലാന മുഹാംബുജം അഹോ മേ ബദ ദൗരോത്മ്യം ശ്രീ ജിതസ്യോപധാരയ യോഗം പ്രേംണാരുരുഷന്തം നാപ്യനന്ദം അസത്തമഃ നാരദോവാച മാമാസുതസോതനയം ദേവഗുപ്തം വിശാംബദേ തത്പ്രഭം പ്രഭാവം അവിജ്ഞായ പ്രാവൃത്തെ യത്യശോ ജഗത് സുദഷ്കരം കർമ്മ കൃത്വാ ലോകപാലേരപി പ്രഭുഃ ഏഷത്യാചിരതോ രാജൻ യശോ വിപുലയം സവാ मैत्रेयोवाच इति देवर्षिणा प्रोक्तं विसृत्या जगदीपतिः राजलक्ष्मी अनादृत्ये पुत्रमेवान् चिन्तयेत् तत्राभिषिक्तप्रेरतामुपेक्ष्य विभावरीं समाहिरे पर्यचरत् ऋष्यदेशेन पूरुषं त्रिरात्रान्ते कपिस्तभद्रासनग आत्मवृत्त्यानुसारेण मासं निन्ने अर्चयन् हरिं द्वितीयं च ददामासं षष्ठेर्भगोदिने तीर्णपर्णादिभिः शीर्णैः कृतारण्यभ्यर्चयद्विभुम् तृतीयं जानयामासन् नवमे हनि अभक्ष उत्तमश्लोकम् उपादावर्समादिना चतुर्थमपि वै मासं द्वादशे हनि वायुपक्षोदितश्वास ध्यायन् देवम् अधारयत् पञ्चमे मास्यनुप्राप्ते चिदश्वासो नृपात्मजः ध्यायन् ब्रह्मवदेहेन तस्थो सानुरिवाचलग सर्वतो मनागृह्ये हि भूतेन्द्रियाशयम् ध्यायन् भगवतो रूपं नाद्राक्षे किं क्षणापरम् आधारं महदादीनं प्रधानपुरुषेश्वरं ब्रह्मधारयमाणस्य त्रयो लोकस्य गम्भीरे यदेकपादेन सपार्थिवार्भकः तस्थोत्तलङ्गुष्ठ निपीडितामयी ननाम तत्रार्धं निपेन्द्रधिष्ठिता तरीव सवे तर्द पदे पदे तस्मिन्नभिधायति विश्वात्मनो द्वारं निरुद्यासुम् अनन्यया धिया लोकान्निश्वासनिपीडिता वृषं सलोकपाला शरणं ययुर्हरि देवोजु नैवं विरामो भगवन् प्राणरोधं चराचरस्य अखिलसत्त्वधाम्नः विधेहि तन्नो व्रजनात् विमोक्षं प्राप्तं वयं तां शरणं शरण्यं श्रीभगवानुवाच मा वैष्टबालं तपसो दुरत्ययान् निवर्तयिष्ये प्रतियादसुधामा यदो हि वा प्राणनिरोध आसीत् औतानपादी मयि संगतात्मा श्रीहरे नमः इति श्रीमद्भागवते महापुराणे ध्रुवचरिते अष्टमोऽध्यायः हरे नमः गोपिका जीवनस्मरणं गोविन्द गोविन्द जय सद्गुरुनाथ महाराज की जय।